വെളുപ്പിന് 2:30ക്കാണ് ഞങ്ങള് അഗ്രഹാരം റിസോർട്ടിൽ എത്തുന്നത്. അവിടെ ചെന്നപ്പോൾ സത്യത്തി പറഞ്ഞു കഴിഞ്ഞാല് കണ്ണ് കുളിർമയേകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടായിരുന്നു. ഒരു കൂട്ടം മാൻപറ്റങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ ലൈറ്റ് കൊണ്ടപ്പോൾ പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ അവിടെ തന്നെ നിന്നതുകൊണ്ട് നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. ഒട്ടും ക്ലിയർ അല്ലാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫ്രഷായി നല്ല ഫുഡ് കഴിക്കാനായിട്ടാണ് ചെന്നത്. അവിടെ ചെന്നപ്പോ അപ്പവും കടലക്കറിയും അതുപോലെ തന്നെ ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു. ഞാൻ അപ്പവും കടലക്കറിയാണ് ട്ടോ കഴിച്ചത്. ആ ഒരു ക്ലൈമറ്റില് എന്ന് പറഞ്ഞാല് ഇളം തണുപ്പില് നിന്നിട്ട് ആ ഒരു അപ്പവും കടലക്കറിയും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും നാളും അപ്പവും കടലക്കറിയും കഴിച്ചിട്ട് കിട്ടാത്ത ഒരു പ്രത്യേക ഒരു രുചി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മണിക്ക് ഞങ്ങള് ചെറിയൊരു ട്രക്കിംഗ് അല്ല ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോവാണ്. ഏകദേശം 55 പേരായിരുന്നു ഈ ഒരു ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ് ട്ടോ. നമ്മൾക്ക് വേറെ മുൻപരിചയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗൈഡായിട്ട് നമുക്ക് നമ്മുടെ ജെഫ്രി കൂടെ ഉണ്ടായിരുന്നു. അവൻ